ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നാടൻ പലഹാരമാണല്ലോ. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കരപ്പൊടി ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം. അതിനുമായിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സായ ശേഷം ആ ശർക്കര പാനി നമുക്ക് മറ്റൊരു കടായിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായി ചൂടായിട്ട് വരണം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ആ ശർക്കര പാനിയുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള ആ പാനിയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇളക്കി നന്നായി യോജിപ്പിച്ച് അതിലെ ജലാംശം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം ആ മിക്സ്. എങ്കിലേ ആ കൊഴുക്കട്ടയ്ക്കുള്ളിൽ നിറയ്ക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അതിനകത്ത് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ജലാംശം കൂടിക്കഴിഞ്ഞാൽ മാവ് വളരെ അയഞ്ഞു പോകും. ഇനി ഞാൻ ഇതിനായിട്ട് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 240 ml കപ്പിനാണ് ഞാൻ അളവ് കാണിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ അതിലൊരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടെ ഉണ്ടാകുമ്പോൾ ആ മാവിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മൃദുത്വവും കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ ആ തിളച്ച് വരുമ്പോൾ മാത്രമേ ആ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1.5 കപ്പ് അരിപ്പൊടി അല്പാൽപമായിട്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഫ്ലെയിം വളരെയധികം ലോ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഞാൻ കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ മാവിനെ മറ്റൊരു പാത്രത്തിലേക്കും ഇവിടെ മാറ്റിയിട്ടുണ്ട്. അല്പം ഒന്ന് തണുത്ത ശേഷം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് എണ്ണയും എടുത്ത് വെച്ച് അതിൽ ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിക്കൊണ്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഉരുളകൾ ഉണ്ടാക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള 14 ഉരുളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകൾ ഇതുപോലെ എടുത്ത് അല്പം എണ്ണയോ വെള്ളമോ നമ്മുടെ കയ്യിൽ തൊട്ട് ഇതിന് നടുവിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കണം. പതുക്കെ ഉള്ളം കയ്യിൽ വെച്ച് വേണം ഈ ഒരു ജോലി ചെയ്യാൻ. പൊട്ടിപ്പോവാതെ പതുക്കെ ഒരു കുഴി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആ തേങ്ങാ മിശ്രിതത്തിൻ്റെ ഓരോ സ്പൂൺ വീതം നിറച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അതങ്ങ് മൂടി അത് ഉരുട്ടി ഒരു കൊഴുക്കട്ടയാക്കി മാറ്റിയെടുക്കണം. പതുക്കെ അല്പം വെള്ളം തൊട്ട് നമുക്ക് ഉരുട്ടി കൊഴുക്കട്ടകളാക്കി എടുക്കാം. ഇനി ഈ കൊഴുക്കട്ടകളെ ഞാനൊരു സ്റ്റീമറിലേക്ക് മാറ്റുകയാണ്. സ്റ്റീമറിലെ വെള്ളം ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ കൊഴുക്കട്ടകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഒരു 5-6 മിനിറ്റ് നേരം ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഏകദേശം ഒരു മീഡിയത്തിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ ഈ കൊഴുക്കട്ടകളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വളരെ മൃദുവായിട്ടുള്ള കൊഴുക്കട്ടകളാണ്, വളരെ രുചികരവുമാണ്. എല്ലാവരും ഇതുപോലെ കൊഴുക്കട്ടകൾ തയ്യാറാക്കി നോക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം 4 മണി ചായയ്ക്കും ഒക്കെ കൊഴുക്കട്ട നമുക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.